ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജംഷിദ് ഒഫാർ സാറാണ്. അപ്പോൾ ആളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ട്യൂട്ടറാണ്, അതുപോലെ തന്നെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ്. അപ്പോൾ സാർ വെൽക്കം. താങ്ക് യു. അപ്പോൾ ഈ എക്സത്തിൽ ഇന്ന് ഞാൻ ജസ്റ്റ് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്കൂൾ കാലഘട്ടം ഉണ്ടല്ലോ, 17 വർഷ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന ഒരു ഫിസിസിസ്റ്റ് പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഐ ലേൺഡ് ഏർലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോവിങ് ദ നെയിം ഓഫ് സംതിങ് ആൻഡ് നോവിങ് സംതിങ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത്. എന്ന് പറഞ്ഞാൽ എന്താണ് നോളജ് എന്നുള്ളത് അദ്ദേഹം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നോളജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെയിംസ്, ഒബ്ജക്റ്റുകളുടെ പേരുകൾ ഇങ്ങനെ പഠിക്കുന്നതല്ല. എന്താണോ ഒരു ഒബ്ജക്റ്റ്, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലാണ് കാര്യം, അതിലാണ് പ്രസക്തി എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കിപ്പോഴത്തെ ഒരു സ്കൂൾ കരിക്കുലം നോക്കുകയാണെങ്കിൽ ഒരുപാട് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ദീർഘമായ വർഷം എടുത്തിട്ടാണ് ഒരു വിദ്യാർത്ഥി പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 16-17 വർഷത്തോളം വിദ്യാർത്ഥി പോകുന്നുണ്ട്. ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തിയററ്റിക്കൽ എഡ്യൂക്കേഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ആഫ്റ്റർ ദി എഡ്യൂക്കേഷൻ വിദ്യാർത്ഥി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം മുന്നോട്ട് വരികയാണ്, ഇനി എന്ത് എന്നുള്ളത്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഞാൻ ഈ ഫൈനാൻഷ്യലി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എത്രത്തോളം ഞാൻ ഏൺ ചെയ്യണം, എങ്ങനെ ഏൺ ചെയ്യണം, അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നോളജ്, പ്രാക്ടിക്കൽ നോളജ് ഈവൻ ഡിഗ്രി കഴിഞ്ഞ PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ, ഇപ്പോൾ ഉള്ള ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷന്റെ കൂടെ നമുക്ക് പാരലൽ ആയിട്ട് നമുക്ക് അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യാലിറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ പല ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും മോട്ടിവേഷണൽ ക്ലാസ് കൂടാതെ തന്നെ ഇതിലൂടെ നമുക്ക് നൽകാൻ പറ്റും. അപ്പൊ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അവർക്ക് സ്വയം തിരിച്ചറിയാനും അത് പ്രാക്ടീസിങ്ങിലൂടെ അവർക്ക് അതൊന്ന് വികസിപ്പിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു കുട്ടികൾക്ക് ഇന്നത്തെ പഠനകാലത്തിൽ കുട്ടികൾക്ക് റിയൽ ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, റിയൽ ലൈഫ് ഇൻസിഡൻസ് കാര്യങ്ങൾ, അത് ക്ലാസ് റൂമിൽ വെച്ച് ചെയ്തു പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ബെറ്റർ ആകും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് വളരെ രസകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. അത് വിദ്യാർത്ഥികൾക്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഫീൽസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം അത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. മാത്തമാറ്റിക്സിന്റെ തിയറി, മാത്തമാറ്റിക്സ് ആണല്ലോ അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത്, ടീച്ചേഴ്സ് പഠിപ്പിച്ചതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും അതൊരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയി മാറാൻ കാരണം അവര് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുകൊണ്ട് മാത്രമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ടീച്ചേഴ്സും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ ഫൈൻഡിങ്സിന്റെ പിന്നിലും ഇപ്പൊ ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സയന്റിസ്റ്റിന് ഒരു രസകരമായ ഒരു ചരിത്രമുണ്ട്, ഒരു ലൈഫ് ഉണ്ട്. ഇപ്പോ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സൾഫർ അല്ല, ഓരോരോ എലമെന്റ്സ് കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ ഒരു രസകരമായ കഥകളുണ്ട്. ഇപ്പോ ആ കഥകൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ. അവിടെ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നുണ്ട്. അവിടെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അവിടെ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് വരുന്നത് എക്സാമാണ്. അപ്പോൾ എക്സാം വരുമ്പോൾ എക്സാം ഒരു പേടിയായിട്ട് അവരുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല അവർക്ക് ഒരു ഫിയർ ഉണ്ട്, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. അതായത് തെറ്റ് പറ്റിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയും ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പഠനം എന്ന് പറയുമ്പോഴും നോളജ് എന്ന് പറയുമ്പോഴും സബ്ജക്റ്റുകൾ ഇങ്ങനെ പേരുകൾ മുന്നിലേക്ക് അവരുടെ മനസ്സിലേക്ക് വരുമ്പോഴും അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താണ്, റൈറ്റിംഗ് എക്സാമിനേഷൻ, ഗെയിനിങ് A+ ഗ്രേഡ്, ഹൈ മാർക്ക്, ഇതാണ്. ഇതിനപ്പുറത്തേക്ക് ഇതിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അല്ല, അപ്പോൾ സാറ് ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിനോട് സാറ് യോജിപ്പില്ലാത്ത ഗ്രേഡിംഗ് സിസ്റ്റം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജസ്റ്റിസ് ആയി തോന്നുന്നില്ല. കാരണം ഇപ്പോൾ 45 മാർക്ക് കിട്ടിയ ആൾക്കും 49 മാർക്ക് കിട്ടിയ ആൾക്കും സെയിം ഗ്രേഡാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്.
അവിടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രോത്സാഹനം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ. പക്ഷെ അതിലൂടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് ഇത് ഡെയിലി ലൈഫിൽ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന സ്ഥലങ്ങളിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റിലേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിന് അവിടെ അവർക്കൊരു എക്സാമ്പിൾ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഓരോരോ സിനാരിയോസ്. ഇപ്പൊ ഞാൻ റിച്ചാർഡ് ഫെയ്ൻമാന്റെ കാര്യം പറഞ്ഞു. റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം സയന്റിസ്റ്റ് ആയി മാറിയതിന്റെ ഒരു ലൈഫാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഫാദർ ആണ് പ്രധാനപ്പെട്ട ഒരു റോൾ അതിൽ. അതായത് പ്രകൃതിയിലേക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ടും പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും അങ്ങനെ ഒരു സയന്റിസ്റ്റ് ആവാനുള്ള എല്ലാ വിധത്തിലുള്ള സീഡും ഇട്ടത് ഫാദറാണ്. ഒരു സ്കൂൾ ലൈഫ് അല്ല അദ്ദേഹത്തെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്, ഫാദറിന്റെ ഒരു ട്രെയിനിങ് ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സും ശരിക്കും ചെയ്യേണ്ടത് ഒരു പാരന്റിങ് റോള് തന്നെയാണ്. പക്ഷെ ടീച്ചേഴ്സ് ഇവിടെ നടത്തുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ്, എക്സാം ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ആയി മാറുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിലേക്ക് കൃത്യമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതേപോലെ തന്നെ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഈ അസോസിയേറ്റീവ് ലേണിങ്ങിനെ പറ്റിയിട്ട്, അത് കുട്ടികൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? കുട്ടികൾക്ക് ഇന്നിപ്പോ അസോസിയേറ്റീവ് ലേണിങ്ങിന്റെ ഒരു പ്രത്യേകത ആണ് പറഞ്ഞത്. അതായത് ഇന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പല സ്റ്റുഡൻസും പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് റോട്ട് ലേണിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, റോട്ട് ലേണിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മെമ്മറി, എത്രത്തോളം മെമ്മറി, ബൈ ഹാർട്ട് ലേണിംഗ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇങ്ങനെ ബൈ ഹാർട്ട് ഇങ്ങനെ പഠിക്കുകയാണ്. എന്താണെന്ന് സംഗതി മനസ്സിലാകാതെ ബൈ ഹാർട്ട് പഠിച്ച് അത് എക്സാമിൽ അതേപോലെ എന്ത് ചെയ്യുന്നു, എഴുതുന്നുണ്ട്. പക്ഷെ എഴുതുന്നത് എന്താണ് എന്ന് വിദ്യാർത്ഥി മനസ്സിലാക്കുന്നില്ല. അപ്പൊ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഒരു കഥ ഒരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുത്താൽ ആ കഥ അവര് വേറൊരാളോട് റിപ്പോർട്ടായിട്ട് അവരത് അവതരിപ്പിക്കുമ്പോൾ അവരുടേതായ ഓൺ ലാംഗ്വേജിലാണ് പറയാം. നമ്മൾ പറഞ്ഞ ഭാഷ അവരെന്താവും, അത് അവരുടേതായ ഭാഷയിലേക്ക് പറയും. അതന്നെയാണ് ഈ രീതിയിൽ ഈ ലേണിങ്ങിലേക്കും കൊണ്ടുവരേണ്ടത്. അതാണ്. അപ്പോൾ ഇവര് ഒരു ഫിസിക്സിൽ ഒരു തിയറി പഠിക്കുകയാണെങ്കിലും കെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും അവർ അസോസിയേറ്റീവ് ലേണിംഗ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടേതായ ഭാഷയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതെ. അതേപോലെ തന്നെ ഈ ഒരു സ്കൂളുകളിൽ നിന്നും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു വന്ന് കോളേജ് കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് കൂടുതലും ടീം വർക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ട പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി മുന്നേ, അതായത് ടീം വർക്ക് കാര്യങ്ങളൊക്കെ മുന്നേ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കൂടി ബെറ്റർ ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഈ കരിക്കുലം, അതായത് 8, 9, 10 മേഖലയുള്ള കരിക്കുലത്തിൽ ഉണ്ടോ ടീം വർക്ക് കാര്യങ്ങൾ ബേസ്ഡ് പ്രൊജക്ട്സ് കാര്യങ്ങളുണ്ടോ? ടീം വർക്ക് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മെജോറിറ്റി സ്കൂൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ചില സ്കൂളുകളൊക്കെ, പ്രൈവറ്റ് സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം വിഷയങ്ങളുടെ ആധിക്യമാണ്. ഒരുപാട് വിഷയങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാരണം ഈ വിഷയങ്ങളൊക്കെ ഒരു എഡ്യൂക്കേഷണൽ ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് ടീച്ചേഴ്സിന്റെ വലിയൊരു ടാസ്ക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവർക്ക് നടത്താനുള്ള സമയമില്ല എന്നുള്ളതാണ്. ഇപ്പോ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് PE പീരീഡ് ഉണ്ടാവും, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഡ്രോയിങ് അവിടെ ഉണ്ടാവും. പക്ഷെ അത് അവിടെ അവരുടെ ടൈം ടേബിളിൽ മാത്രം എഴുതി വെക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, കാര്യക്ഷമമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ആ പീരീഡ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ വന്നുകാണ്ട് അവരുടെ പോർഷൻസ് തീർക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് പല സ്റ്റുഡൻസും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് PE പീരീഡ് ആണെങ്കിലും ഒരു മാത്സ് ടീച്ചറോ ഏതെങ്കിലും ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ അവർക്ക് അതിലൂടെ ഇതേപോലെയുള്ള അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ അവർ പുറത്ത് പോയി കളിക്കുമ്പോൾ ഈ വരുന്ന ഒരു ടീം വർക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിലും ഏത് ഗെയിംസ് ആണെങ്കിലും അപ്പൊ അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു കളിയിലൂടെ ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് സംസാരിച്ച് കളിക്കുക. ഇത് കൂടുതലും സംഭവിക്കുന്നത് കുട്ടികൾ കളികളിൽ, അവിടെ ഫ്രീ ആണ് വിദ്യാർത്ഥികൾ. അപ്പൊ അത് ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും സംശയമുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു 10 വരെ പഠിക്കുന്ന കുട്ടിക്ക് +1, +2ലേക്ക് ഏതൊരു വിഷയം എടുക്കണം എന്നുള്ള ഡിസിഷൻ പ്രോപ്പറായിട്ട് മേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക്? ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കില്ലും, ഈ 2 സ്കില്ലുകൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, വിദ്യാർത്ഥി ഇപ്പോൾ നമ്മൾ
സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഭൂരിപക്ഷം സ്റ്റുഡൻസും എഴുതാനും വായിക്കാനും അറിയാത്തവരാണ്. എഴുതാനും വായിക്കാനും കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ചോദ്യം പോലും അവർക്ക് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ ഇവർക്ക് വായിക്കാൻ അറിയാത്തതിന്റെ ഒരു റീസൺ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോ ഈ ഒരു കാരണത്താൽ ഇവർക്ക് റീഡിംഗ് ഇല്ല. റീഡിംഗ് സ്കില്ല് ഇല്ലാത്തത് കാരണത്താൽ ഇവർക്ക് തിങ്കിങ് സ്കില്ലില്ല. അതോ ഈ റീഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പഠനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു സൊല്യൂഷൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ റീഡിംഗ് ആണ്. റീഡിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്താണ് ഇവർക്ക് ഇതാണ് ഓർമ്മ വരിക, എക്സാം ആണ് അവർക്ക് ഓർമ്മ വരിക. അപ്പൊ എക്സാമുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ കരിക്കുലം റീഡിംഗ് എന്ന് പറയുമ്പോൾ. നേരെ മറിച്ച് അവിടെ ഒരു എന്റർടൈൻമെന്റ് ഒരു വിശാലമായ ഒരു വശമുണ്ട് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് അറിയില്ല. അപ്പൊ റീഡിംഗ് ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് വിദ്യാർത്ഥികളോട്. പല വിഷയത്തിലും നിങ്ങൾ ബുക്സ് വായിക്കണം, നിങ്ങളുടെ ഉള്ളിലുള്ള ടാലന്റ് നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോ എക്സ്റ്റേണൽ റീഡിംഗ് ആണ്, അതായത് നിങ്ങൾ അക്കാഡമിക് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ റീഡിങ്ങിന് വേണ്ടി എല്ലാ ദിവസവും 1 മണിക്കൂർ ചെലവാക്കുകയാണെങ്കിൽ മാത്സ്, സയൻസിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പോലെയുള്ള വിഷയങ്ങൾ പ്രത്യേകമായി പഠിക്കാനുള്ള ഒരു സമയം നിങ്ങൾ നീക്കി വെക്കേണ്ടതില്ല. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ ഈ വിദ്യാർത്ഥി പാരലൽ ആയിട്ട് റീഡിംഗ് ബുക്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന വിഷയങ്ങളുണ്ട്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങൾ പ്രത്യേകമായി പഠിക്കേണ്ട ഒരു ആവശ്യം വരില്ല. കാരണം ഇവർക്ക് ഈ റീഡിങ്ങിലൂടെ ഇവർക്ക് ഒരു ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വർദ്ധിക്കും, ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും, ഇമാജിനേഷൻ വർദ്ധിക്കും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടേതായ ഭാഷയിൽ ശരിക്കും ഒരു മലയാളത്തിൽ ഒരു പാഠമാണെങ്കിൽ അവർക്ക് ആ കഥ മനസ്സിലാക്കി ഇവർക്ക് ഇവരുടേതായ ആശയം ഇവർക്ക് മലയാളം ആ ബുക്ക് വായിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇപ്പൊ സോഷ്യൽ ആണെങ്കിൽ ജസ്റ്റ് ജോഗ്രഫി ആണെങ്കിൽ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആ വാക്കുകൾ അതേപോലെ എന്ത് ചെയ്യുന്ന മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഇവിടെ പാരലായിട്ട് ഇവർക്ക് റീഡിംഗ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇങ്ങനെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അപ്പൊ ഈ ട്രെയിനിങ് ആണ് ഈ ഒരു ലേണിംഗ്, ഈ ഒരു ക്രിയേറ്റിവിറ്റി, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് ഉണ്ട്. അത് റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ട്രയാർക്കിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ട് 3 ഇന്റലിജന്റ് ഒരു വിദ്യാർത്ഥി ആർജിക്കണം എന്നാണ് പറയുന്നത്. അതിലൊന്ന് ക്രിയേറ്റീവ് ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, അനലിറ്റിക്കൽ ഇന്റലിജൻസ്. ഈ 3 ഇന്റലിജന്റും ഏതൊരാൾക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്റലിജന്റ് ആണ്. ഇതിനു പുറമെ ഹൊവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, ഇദ്ദേഹത്തിന് ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു തിയറി എന്ന സൈക്കോളജിയിലുണ്ട്. ഈ തിയറി വേറെയും പറയുന്നുണ്ട്. അതായത് ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് മാത്രമല്ല, മാത്തമാറ്റിക്സ് റീസണിങ് സ്കില്ലല്ല, ഇതിനു പുറമെ മ്യൂസിക്കൽ ഇന്റലിജന്റ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജന്റ്, സ്പേഷ്യൽ ഇന്റലിജന്റ്, കിനസ്തെറ്റിക് ഇന്റലിജന്റ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജന്റ്, ഇന്റർപേഴ്സണൽ ഇന്റലിജന്റ്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജന്റ്, ഇങ്ങനെ ഒരുപാട് ഇന്റലിജൻസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത്തരം ഇന്റലിജൻസുകളുടെ ഒരു ലോകം, ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്ര ഇന്റലിജൻസ് ഉള്ള ആളുകളാണ് നമ്മളൊക്കെ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന നമ്മളിപ്പോൾ ഏത് ഇന്റലിജന്റ് ആണ് നമുക്ക് അറിയില്ല. നമ്മൾ ഈ ഒരു ഈ ഒരു നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു സിസ്റ്റം ആണല്ലോ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്ന ഒരു വിദ്യാർത്ഥി അയാളുടെ ഉള്ളിലുള്ള ഇന്റലിജൻസ് അറിയാതെ പോകുന്നുണ്ട്. ഞാൻ ഏത് ഇന്റലിജന്റ് ആണ്. അപ്പൊ ആ ഇന്റലിജന്റ് ആ വിദ്യാർത്ഥി അറിയുമ്പോൾ അയാൾക്ക് ആ ഇന്റലിജന്റ് വളർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമം സ്കൂളുകളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥി ആ മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റലിജന്റ് വിദ്യാർത്ഥികൾക്ക് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് സ്വന്തം ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആ ഇന്റലിജൻസ് സ്കില്ല് അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്. ആ റീഡിംഗ് എന്ന് പറയുമ്പോൾ നോൺ ഫിക്ഷൻ വരും, അതേപോലെ തന്നെ ഫിക്ഷണൽ റീഡിംഗിലും വരും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിലൂടെ അവരുടെ ഹൊറൈസൺ സ്കിൽ, നോളജ് ഓഫ് ഹൊറൈസൺ അത് എന്താവാണ്, വിശാലമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോളജ് അല്ല, മാത്തമാറ്റിക്കൽ സ്കില്ലല്ല, ഇമാജിനേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയും. ഇപ്പൊ റിലേറ്റിവിറ്റി തിയറി പോലും വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഇമാജിനേഷനിലൂടെയാണ്, ഒബ്സർവേഷനിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് സാറ് റീഡിങ്ങിനോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ റീഡിങ് കുട്ടികൾക്ക് എത്രത്തോളം ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്യും?
ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബയോഗ്രഫി വായിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗാന്ധിജിയുടെ ബയോഗ്രഫി ഉണ്ട്, അതേപോലെ തന്നെ രസകരമായിട്ടുള്ള ചാർലി ചാപ്ലിന്റെ ബയോഗ്രഫി ഉണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറുടെ ബയോഗ്രഫി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിലൂടെ അവർ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. അതൊക്കെ അവർ ഓവർകം ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇവര് അനുഭവിച്ച കാര്യങ്ങൾ അവർ വായിക്കുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടും ഒരാളുടെ ലൈഫ് അവർ നമ്മൾ വായിച്ചറിയുമ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഭാഷ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് വരുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഭാഷ വന്നാൽ മാത്രമേ ഒരു വിദ്യാർത്ഥി ക്രിട്ടിക്കൽ ആയിട്ട്, എന്ന് വെച്ചാൽ തിങ്കിങ് ഔട്ട്സൈഡ് ദി ബോക്സ് എന്നുള്ളതാണ്. നമ്മൾ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പറയാം. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണത്. അപ്പോൾ നമ്മൾ ബോക്സിന്റെ പുറത്ത് കടന്ന് ചിന്തിക്കണമെങ്കിൽ അവർക്കൊരു വിശാലമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവും ഒരു ഇമാജിനേഷനും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ രണ്ട് സംഗതി വരാനുള്ള ഒരു നമുക്ക് ആർജിക്കണമെങ്കിൽ, അക്വയർ ചെയ്യണമെങ്കിൽ റീഡിംഗ് ആണ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈഫ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഈ ഒരു ഇമാജിനേഷൻ കാര്യങ്ങൾ, അതേമാതിരി തന്നെ നമ്മൾ കുറേ ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലൈഫ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതായത് ഇപ്പോൾ കുട്ടികളെ ഒരു മുന്നോട്ടുള്ള ജീവിതകാലത്തിൽ അക്കാദമിക് ഇയർ കൂടാണ്ട് ഒരു പ്രൊഫഷൻ എന്നുള്ള ലെവലിലേക്ക് പോവുകയാണെങ്കിലും നാളെ അവർക്ക് എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്? റീഡിങ് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യമാണ് ലേണിംഗ് ഫോർ ലൈഫ് എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ എക്സാമിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾ അങ്ങനെ പറയാറുണ്ട്, സാർ അതൊന്നും പഠിച്ചിട്ടില്ല, എന്താ ഇപ്പൊ ചെയ്യുക, അത് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എഴുതേണ്ടതില്ല, പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല, നിങ്ങൾ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിച്ചോളൂ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എക്സാമിന് ശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മളെ ലൈഫിന് വേണ്ടിയിട്ടായിരിക്കാം പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പഠിക്കുമ്പോൾ ലൈഫിന് വേണ്ടി പഠിക്കുമ്പോൾ അവർ മറക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ലൈഫിന് വേണ്ടി പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആവും, അതേപോലെ അതിനൊരു പർപ്പസ്ഫുൾ ആയി മാറുന്നത് അപ്പോഴാണ്. ലൈഫിന് വേണ്ടി പഠിക്കുമ്പോഴാണ് പർപ്പസ്ഫുൾ ആയി മാറുന്നത്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും അധികം ഒരു ഗോളും ഇല്ലാതെയാണ് അവർ പഠിക്കുന്നത്. അതായത് പലരും ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു. അതാണ് എല്ലാവരും എടുക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ, അടുത്തുള്ള ആള് ഞങ്ങൾ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് പോകുന്നു, ഇന്ന കോളേജിൽ ചേരുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ നന്നായിട്ട് ഒരു ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. പക്ഷെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമായി മാറാണ് ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളത്. ഈവൻ ഒരു കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷിൽ പോലും സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. അതാണ് കാരണം. അപ്പോൾ ഈ ലൈഫിനോട് അവര് കണക്ട് ചെയ്ത് പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ ഈ ഒരു കോളേജ് കുട്ടികളെ കാര്യം പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ ഞാനും കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഞാനും കാണുന്നതാണ് ഈ ഒരു കാര്യം, കോളേജ് ലൈഫിന് വേണ്ടി പഠിക്കുന്നത്. ഒരു അറ്റ് ദി എൻഡിലേക്ക് എന്താവണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇനി തീരുമാനിച്ച വ്യക്തികൾക്ക് പോലും ജോലി കിട്ടിയതിന് ശേഷം അവിടെ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന്, അതായത് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഡിസിപ്ലിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പ്രോപ്പറായിട്ട് അറിയാത്തത്, അതേമാതിരി കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളിൽ പ്രോപ്പർ ആവാത്തത്, ഇതൊക്കെ എന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു ലൈഫിന് വേണ്ടിയിട്ട് ഒരു പഠിക്കാത്തത് കൊണ്ടാണ് ഈ ഇഷ്യൂസ് എന്നുള്ളത്. പക്ഷേ അത് കുട്ടികൾ ഇപ്പോൾ വിചാരിക്കുകയാണ്, ഞാനിങ്ങനെ പഠിച്ചിട്ട് ലൈഫിന് വേണ്ടി പഠിച്ചിട്ടും എനിക്ക് അതിനൊരു റിസൾട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ പോയി എൻ്റെ ടീമിനായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യാൻ നോക്കിയിട്ടും എനിക്കത് പറ്റണില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എന്തുകൊണ്ടായിരിക്കാം? അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് അവരുടെ അതായത് സിസ്റ്റം പ്രകാരം മുന്നോട്ട് പോവാണ്. അതായത് എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിക്കണം, ഇങ്ങനെ എക്സാം എഴുതണം, എന്നാൽ മാത്രമേ എനിക്ക് ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗോളിൽ എത്തുള്ളൂ എന്നത് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് എക്സാം വരുന്നതിന് മുമ്പ് ഞാൻ ഇന്ന സംഗതികൾ, ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇപ്പൊ സ്വയം ഒരു തീരുമാനം എടുത്തു, ഈ 3 വർഷം കൊണ്ട് ഞാൻ ഇന്ന സ്കില്ലുകളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ആർജിച്ചിരിക്കും, അക്വയർ ചെയ്തിരിക്കും എന്ന് ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടേതായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നേരെ മറിച്ച് ഈ ഒരു സെൽഫ് ഡയറക്റ്റഡ് ഗോള് വിദ്യാർത്ഥികൾക്ക് ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും തിയറിറ്റിക്കൽ എഡ്യൂക്കേഷൻ മാത്രമാണ്, കുറെ തിയറീസ് മാത്രം വായിച്ചു പോയി എക്സാം എഴുതി കഴിയുന്ന ഒരാൾ, ഇപ്പോൾ ബികോം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി പോലും ഒരു ഓഫീസിലേക്ക് ഒരു
ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്ന വിദ്യാർത്ഥിക്ക് പോലും അവിടെ ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. കാരണം അവര് അനുഭവിച്ചിട്ടില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ലൈഫ് ഹാസ് ഇൻ ബീൻ ബെഡ് ഓഫ് റോസസ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സുഖമുള്ള ഒരു ഏർപ്പാടല്ല ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ വലിയൊരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി സുഖം മാത്രമാണ് അനുഭവിക്കുന്നത്. അതായത് അവര് ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല. അവര് രാവിലെ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ കളിക്കുന്നു, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പാരന്റ്സ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുന്നു. സ്കൂളിലുള്ള ആംബിയൻസ് എന്താണ്, കുട്ടിക്ക് നല്ല സുഖം നൽകുന്ന ആംബിയൻസ് ആണ്. അപ്പോൾ വിദ്യാർത്ഥി ഒരു ലൈഫിൽ ആ കാലഘട്ടത്തിൽ ആഫ്റ്റർ ദി എഡ്യൂക്കേഷൻ, അതായത് യഥാർത്ഥ ജീവിതത്തിലേക്ക് അവർ സ്വയം ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊന്നും അവർ വിദ്യാർത്ഥി ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നില്ല. അവർ സുഖം മാത്രമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ യഥാർത്ഥ ലോകത്തേക്ക് അവർ കടക്കുമ്പോൾ അവർക്ക് ഒരു സ്ട്രേഞ്ച്നെസ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഓഫീസിലേക്കോ ഒരു കമ്പനിയിലേക്കോ പോകുമ്പോൾ അവർക്ക് അവിടെയുള്ള ഒരു പുതിയ സർക്കംസ്റ്റാൻസസ് ആണ്. അവിടെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഓവർകം ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാവും. സ്ട്രെയിൻ വരും, സ്ട്രെസ് വരും, ഡിപ്രഷൻ വരും. ഇതാണ് അതിന്റെ ഒരു കാരണം. അപ്പോ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് തന്നെ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് മുഖേന തന്നെ അവർക്ക് കുറെ പ്രോബ്ലം അവർക്ക് ഇട്ടുകൊടുക്കണം. പ്രോബ്ലംസ്, ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് പാരന്റ്സ് അവരെ കൂടെ അനുഭവിപ്പിക്കണം. അപ്പോൾ സുഖങ്ങൾ മാത്രം കൊടുത്ത് ജീവിക്കുന്ന, സുഖങ്ങൾ മാത്രം അനുഭവിച്ച് പോകുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് കംഫർട്ട് സോണിൽ നിന്ന് കുട്ടികൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, കംഫർട്ട് സോൺ, ഓക്കെ, അപ്പോൾ അതിന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കുട്ടികൾ ലൈഫിന് വേണ്ടി പ്രിപ്പയർ ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സാറോട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചതിൽ എനിക്ക് കുറേ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. അതിൽ മെയിനായിട്ട് മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എഡ്യൂക്കേഷൻ എന്നും ഒരു അടിത്തറയാണ്. ലൈഫ് കുട്ടികൾക്ക് എന്നും അക്കാദമിക് ഇയർ പോലെ തന്നെ ലൈഫ് എഡ്യൂക്കേഷനും അക്കാഡമിക് എഡ്യൂക്കേഷന്റെ കൂടെ പാരലൽ ആയിട്ട് ഇതും കൂടി അത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒന്നും കൂടി പ്രൊഡക്റ്റീവും ക്വാളിറ്റിയും ഉള്ളതായി മാറുന്നതാണ് സാർ പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കും.